അവൾ എന്നെ സംശയിക്കുന്നു വെച്ച് ഇനി അവള് തെറ്റ് ചെയ്താൽ മിണ്ടാതിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പറയാനുള്ളത് ശക്തമായിട്ട് തന്നെ ഞാൻ പറയും. വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാതിരിക്കാം. അനുസരിച്ചാ അവൾക്ക് ഗുണം, അല്ലെങ്കിൽ അവൾക്ക് ദോഷം. എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അവളാ. അവളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പറ്റുമായിരുന്നെങ്കിൽ അവൾ ഇപ്പം ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. വേദയെ പോലെ നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും അവൾ ഭീഷണിയല്ലല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകണ്ടെന്നാ എൻ്റെ അഭിപ്രായം. അവൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. ഗിരിയുടെ ജീവിതമാ പ്രശ്നത്തിലാവുന്നേ. നന്ദിനിയെ കണ്ടുപിടിച്ചു കൊടുത്തത് നമ്മളായതുകൊണ്ട്, ഞാനായതുകൊണ്ട് എനിക്കതിനുള്ള ഉത്തരവാദിത്വം കൂടുതലാണെന്നറിയാലോ. എന്റെ ബാധ്യത ഞാൻ നിറവേറ്റും. അതാർക്കിഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഏട്ടാ രോഗം വരാതെ നോക്കുന്നത്? ഞാൻ അതിനാ ശ്രമിക്കുന്നത്. നിന്റെ ഭാഗം കൃത്യമാണ്, അതിൽ ന്യായമുണ്ട്. പക്ഷെ നന്ദിനി വരുന്ന പോലെ വരട്ടെ, എല്ലാം അപ്പം നോക്കാം. അതെ, അതാ നല്ലത്. എന്റെ തീരുമാനം അത് തന്നെയാ. വരുന്നെടുത്ത് വെച്ച് കാണാം. നിന്റെ അവസ്ഥയും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം നന്ദിനി. വിവാഹത്തിനു മുമ്പ് ആരോടെങ്കിലും ഇഷ്ടം തോന്നാത്ത ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാഹത്തോടെ അത്തരം ബന്ധങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ കാര്യത്തിലൊരു തെറ്റുപറ്റി. അവൻ പിന്നെയും നിന്റെ പിന്നാലെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് സത്യ ഗൗരിയേച്ചി. അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചതാ. പക്ഷെ എന്റെ വിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അവൾക്കിതൊന്നും അറിയാഞ്ഞിട്ടാണെന്ന് നീ കരുതുന്നുണ്ടോ? അവൾക്കിതെല്ലാം അറിയാം. പക്ഷേ സത്യവതിയെക്കാളും വലിയ ആളാവനാ സ്വാതിയുടെ ശ്രമം. ഇപ്പൊ നീ അവളുടെ മുൻപിൽ താഴ്ന്നു കൊടുത്ത അവൾ നിന്റെ തലയിൽ ചവിട്ട് പാതാളത്തിലേക്ക് താഴ്ത്തും. നിന്റെ കാമുകനെ ഇപ്പൊ നിന്റെ മുൻപിൽ കൊണ്ടുവന്നതാരാ? അവളല്ലേ? എന്തിനാ അവളത് ചെയ്തത്? നിന്നെ അപമാനിക്കാനല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ശരിയാ ഗൗരിയേച്ചി പറഞ്ഞത്. എന്നെ സഹായിക്കാനായിരുന്നെങ്കിൽ അവരെന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കായിരുന്നോ? ആരും അറിയാതെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ അവർ ഒറ്റ വിചാരിച്ച സാധിക്കുമായിരുന്നു. ഇപ്പൊ നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. അല്ലാതെ പറ്റിപ്പോയൊരു തെറ്റിന്റെ പേരില് അവൾക്ക് മുൻപിൽ താഴ്ന്നു കൊടുത്താലേ അവൾ നിന്നെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും, പിന്നെ ജീവിതകാലം മുഴുവനും. ഇതൊക്കെ നിന്റെ ചെറിയമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അവരോട് ചോദിച്ചു നോക്ക്. അല്ല, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ത് ചെയ്യണമെന്ന്. ജീവിതകാലം മുഴുവനും ഈ വീട്ടിലൊരു നിശബ്ദ ജീവിയെ പോലെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്ക് അവള് പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാം. അവളുടെ അധികാരത്തിന്റെ കീഴിൽ പഞ്ചപുജം അടക്കി ഒരടിമയെ പോലെ ജീവിക്കാം. എന്താ അത് മതിയോ? ആലോചിക്ക്, എന്നിട്ട് നീ തീരുമാനിക്ക്. ഈ വീട്ടിൽ അടിമയായിട്ട് ജീവിക്കണോ അതോ അന്തസ്സോടെ അധികാരത്തോടെ ജീവിക്കണോ? ഗിരിയേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്നവളാ ഞാൻ. ആ പരിഗണന സ്ഥാനവും എനിക്ക് ഈ വീട്ടിൽ കിട്ടിയേ തീരും. ഗിരിയേട്ടന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നവളാ ഞാൻ. ആ പരിഗണന സ്ഥാനവും എനിക്ക് ഈ വീട്ടിൽ കിട്ടിയേ തീരും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഉറപ്പാണല്ലോ? ഉറപ്പ്. എങ്കിലേ അതിനൊരു വഴിയുണ്ട്. ഗൗരിയേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അവളോട്, ആ സ്വാതിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യണം. അതിന് തയ്യാറാണെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം. എന്താ ചങ്കുറപ്പുണ്ടോ എന്റെ കൂടെ നിന്ന് അവളെ എതിർക്കാൻ? സമ്മതം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്ത് കാര്യത്തിനും ഗൗരിയേച്ചിയുടെ ഒപ്പം തന്നെ നിൽക്കും.
തീരുമാനത്തിൽ ഉറച്ചു നിന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഇക്കാലം അത്രയും സ്വാതിയെ നേരിടാൻ എനിക്കൊരു കൂട്ടില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു നല്ല നാത്തൂനെ, അല്ല, നല്ലൊരു കൂട്ടുകാരെ കിട്ടി. ഇനി നമ്മൾ ഒരുമിച്ച് അവളെ നേരിടും. ഗിരിയും ഞാനുവേ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാ. ഒരേട്ടത്തിന്റെ അധികാരം വെച്ച് അവൾ അവനെ എത്ര വശീകരിക്കാൻ ശ്രമിച്ചാലും ഏറ്റവും അവസാനം അവൻ എന്റെ ഒപ്പം തന്നെ വരും. അതാ രക്തബന്ധത്തിന്റെ ശക്തി. അത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് ചേച്ചി പേടിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. പെണ്ണിന്റെ തലേണ മന്ത്രത്തെക്കാൾ ശക്തിയുള്ള ഒരു വശീകരണ ഔഷധവും ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആ തലേണ മന്ത്രം കൊണ്ട് തന്നെ ഗിരിയേട്ടനെ ഞാൻ നമുക്കൊപ്പം നിർത്തും. അതെ, അത് തന്നെയാ വേണ്ടത്. അവൾ ഗിരിക്കുമേൽ പ്രയോഗിക്കുന്ന അതേ ആയുധം കൊണ്ട് തന്നെ നീ അവളെ തോൽപ്പിക്കണം. നിനക്കതിന് കഴിയും. കാരണം നീ അവന്റെ ഭാര്യ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഗൗരിയേച്ചി. കുറച്ചു ദിവസം കൂടി ചേച്ചി ഒന്ന് കാത്തിരിക്കേ. അത് കഴിഞ്ഞ ഗിരിയേട്ടൻ ഞാൻ പറയുന്ന വഴിക്ക് വരും. വരുത്തും ഞാൻ. അത് മതി. ഇപ്പൊ എനിക്ക് ഉറപ്പായി, ഈ വീട്ടില് നമ്മൾ അവളുടെ അധികാരം അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും അവളെ അടിച്ചു പുറത്താക്കും. പിന്നെ നമ്മളിവിടെ ഒരു കലക്ക് കലക്കും. പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. എന്തേച്ചി? ഏത് പ്രതിസന്ധിയിലും പരസ്പരം ചതിക്കില്ലാന്ന്, മരിക്കേണ്ടി വന്നാലും പരസ്പരം ഒറ്റുകൊടുക്കില്ലാന്ന്. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഈ കൈ പിടിക്കാം, ധൈര്യത്തോടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. സ്വാതിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പടിയടച്ച് പിണ്ടം വെക്കണം. അത് ഞാൻ ഏറ്റു ഗൗരിയേച്ചി. ഇനി അവര് കാണാൻ പോകുന്നത് നന്ദിനിയുടെ വേറൊരു മുഖം. ചേച്ചിക്കൊപ്പം ഞാനും ഉണ്ട്. എന്തിനും. ഓ പിന്നെ അവളുടെ ഒരു പുതിയ മുഖം. അവള് മാത്രമല്ലടി, നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. നോക്കിക്കോ. ഹലോ, ഇത് ഞാനാടി. ഹലോ ഹലോ എന്താ നിങ്ങക്ക് വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? മിണ്ടരുത്. നീ എന്ത് കരുതി? നിന്റെ ഭർത്താവിനെയും ജ്യേഷ്ഠനെ ഉപയോഗിച്ച് എന്നെ തല്ലി ഓടിക്കാനോ? അവരെന്നെ പൊതുരെ തല്ലി ഭീഷണിപ്പെടുത്തി. ഇനി നിനക്ക് പിന്നാലെ വന്ന കൊന്നുകളയും പോലും. ഇതെല്ലാം നിന്റെ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. നീ എന്താടി മിണ്ടാത്തെ? പറടി. ഇങ്ങനെ ഉപദ്രവിച്ചാൽ ഞാൻ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ജയൻ,
ദയവ് ഇതെന്റെ ജീവിതം ഇല്ലാതാക്കരുത്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഇനി എനിക്ക് കഴിയില്ല. ഓഹോ, ഇനി നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കാര്യമില്ല. എന്റെ ഭർത്താവും വീട്ടുകാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഒരു കാര്യമില്ല. എന്റെ ഭർത്താവും വീട്ടുകാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇനി പണം തരാൻ എനിക്ക് കഴിയില്ല. കൊള്ളാം നിന്റെ ബുദ്ധി. ഭർത്താവിന്റെയും കുടുംബക്കാരുടെയും മുന്നിൽ സത്യവതി ചമയാനാണോ നിന്റെ ഭാവം? നോവിച്ചു വിട്ട പാമ്പിന്റെ പകയുടെ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും ഞാൻ. സൂക്ഷിച്ചോ. ഞാൻ ആവശ്യപ്പെട്ട പണം തന്നില്ലെങ്കിൽ എന്റെ ശല്യം തീരില്ല. ഇല്ല, ഇനി നിങ്ങളുടെ ചൂഷണത്തിന് എന്നെ കിട്ടില്ല. എന്നെ എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടും കാര്യമില്ല. എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും എന്നോട് എല്ലാം ക്ഷമിക്കാൻ കഴിയും. അവർക്കിപ്പോ എല്ലാം അറിയാം, എല്ലാം. അങ്ങനെ എല്ലാം അങ്ങ് തുറന്നു പറയാൻ നിനക്ക് കഴിയൂ? അതിനുള്ള ചങ്കുറ്റ നിനക്ക് ഉണ്ടോടി? എന്നാ പിന്നെ നീ പറഞ്ഞു കൊടുത്തതിന്റെ ബാക്കി ഞാൻ അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കാം. പ്ലീസ്. കൊള്ളാം. എന്തിനാടി ഇപ്പൊ നീ ഇങ്ങനെ ദയനീയമായിട്ട് എന്റെ അടുത്ത് യാചിക്കുന്നത്? ഇനി നിന്റെ ഒരു കള്ളക്കരച്ചിൽ എന്റെ മുന്നിൽ വേണ്ട. നിനക്കെന്നെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തന്നെ നിന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറയട്ടെ. എന്താടി, അങ്ങനെ നിനക്കെന്നെ നിഷേധിക്കാൻ പറ്റുമോ? എന്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഞാൻ നിന്റെ ഭർത്താവിന്റെ മൊബൈലിലേക്ക് അങ്ങ് അയച്ചു കൊടുക്കട്ടെ? ജയ, അരുത്. ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. എന്റെ ജീവിതം തകർക്കരുത്. ഇടി തകർക്കണമെന്ന് ഞാൻ വിചാരിച്ചാലേ എനിക്ക് ഒരു നിമിഷം മതി നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ. പക്ഷെ ഇപ്പോ നിന്റെ കുടുംബജീവിതം ഇല്ലാതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് ഞാൻ ആവശ്യപ്പെട്ട പണം എനിക്ക് തന്നേ പറ്റൂ. എനിക്കതിന് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ജയ. എന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല. നിനക്ക് തരാനായി ഇനി എനിക്ക് ഗിരിയേട്ടനോട് പണം ചോദിക്കാനോ ആവില്ല. ഓഹോ, അത് ശരി. അപ്പൊ നീ എനിക്ക് പണം തരില്ല അല്ലേ? ഇല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഇനി നിന്റെ ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ല, ഒരിക്കലും. ശരി, നിന്റെ ഇഷ്ടം. ഇനിയല്ലാവേ നീ അനുഭവിച്ചറിഞ്ഞാ മതി. എന്താ എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? ആരായിരുന്നു ഫോണില്? അത് ചെറിയമ്മയായിരുന്നു. അതിനെന്തിനാ നീ ഇത്രയ്ക്ക് ഭയക്കുന്നത്? ഇത്രയ്ക്ക് പരിഭ്രമിക്കാൻ അവരെന്താ പറഞ്ഞത്? താൻ ആ ഫോണിങ് തന്നെ. ചെറിയമ്മയോടെ ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കാം. ഇനിയും അനാവശ്യമായി നമ്മുടെ കയ്യിൽ നിന്ന് പണം കിട്ടില്ല എന്ന് ഞാൻ തന്നെ അവരോടങ്ങ് പറയാം. ഇങ്ങത്താടോ തരാൻ. ഇതില് ചെറിയമ്മയുടെ പേരില്ലല്ലോ. അത്
ഇത് സ്വിച്ച് ഓഫ് ആണല്ലോടോ. ഇത് തന്റെ ചെറിയമ്മയുടെ ഫോൺ നമ്പർ തന്നെയല്ലേ? അതോ മറ്റു വല്ലവരുടെ ആണോ? ഏയ് അല്ലല്ല, ചെറിയമ്മ തന്നെയാ. തൽക്കാലം ഞാനിത് വിശ്വസിക്കുക. ഭർത്താവിനെ മറയ്ക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോഴാ പെണ്ണിന്റെ കുടുംബജീവിതം തകരാൻ തുടങ്ങുന്നത്. ഇതുവരെ താൻ എന്നോട് പലതും മറച്ചു, ഒരുപാട് കളവുകളും പറഞ്ഞു. അതുകൊണ്ടാ തന്റെ പഴയ സുഹൃത്തിനെ ഞങ്ങൾക്ക് കൈവയ്ക്കേണ്ടി വന്നത്. ഇനിയും അത് ആവർത്തിക്കാൻ ഇടവരരുത്. വന്നോ അന്ന് നീ ഈ വീടിന് പുറത്തായിരിക്കും. ഒരിക്കൽ കൂടി ഒരു പെണ്ണിനാൽ ചതിക്കപ്പെടാൻ ഞാൻ നിന്നു തരില്ല. മനസ്സിലായല്ലോ? ഇല്ല ഗിരിയേട്ടാ, ഇനി ഇങ്ങനെ ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ശരി, എന്നാ വെച്ചോ. എന്താടാ, നീ കഴിച്ചില്ലേ? ഇല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ആരായിരുന്നു ഫോണില്? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വല്യച്ഛന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. ഇപ്പൊ വിളിച്ചപ്പോഴും അത് തന്നെ. വല്യച്ഛൻ നിന്നെ വിളിക്കാൻ പറ്റുക ചെയ്തായിരുന്നോ? ഇല്ല, ഒടുവിൽ വിളിച്ചത് ഒരു 2 ദിവസം മുമ്പാ. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. ഒരു വഴിക്ക് പോയാ പിന്നെ വീടും വീട്ടുകാരും ഒക്കെ മറന്ന മട്ട. അങ്ങോട്ട് വിളിച്ചാലേ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയും. സത്യത്തിൽ വല്യച്ഛൻ എവിടേക്കാ പോയത്? ബാംഗ്ലൂരിലേക്കാണെന്നാ എന്നോട് പറഞ്ഞത്. വിളിച്ചതും അവിടുന്ന് തന്നെയാ. ബാംഗ്ലൂരിൽ വല്യച്ഛൻ ആരെ കാണാൻ പോയതാണെന്നല്ലോ പറഞ്ഞോ? അച്ഛൻ്റെ ഒരു സുഹൃത്തില്ലേ, ജനു അങ്കിൾ. അങ്കിളിന്റെ വീട്ടിലാന്നാ എന്നോട് പറഞ്ഞത്. ആ, ജനു അങ്കിളുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. വല്യച്ഛൻ അവിടെ തന്നെ ഉണ്ടോന്ന് അറിയാലോ. എനിക്കെന്തോ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഒരു വല്ലായ്മ പോലെ. ശരിയാ, ഒന്ന് വിളിച്ചു നോക്കേട്ടാ. ഹലോ ഹലോ ജിനു അങ്കിൾ, ഇത് ഞാനാ, നീൽ. അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? ഇല്ലേ? എപ്പോ? അതെവിടെ അങ്കിൾ? ഇന്നലെ രാത്രിയോ? എന്നിട്ട് ഇതുവരെ വിളിച്ചില്ലേ? ഇല്ലെങ്കിൽ അച്ഛൻ്റെ വിവരമൊന്നും കിട്ടാതെ ഞങ്ങൾ ആകെ ടെൻഷനില്ല. അങ്കിളിനെ അച്ഛൻ വിളിക്കുകയും ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. ശരി അങ്കിൾ, ഓക്കെ. എന്താടാ ജനുവങ്ങൾ എന്താ പറഞ്ഞേ? അത് പിന്നെ എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛൻ കഴിഞ്ഞ ദിവസം വേറൊരു ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. അച്ഛൻ ഒറ്റയ്ക്കോ? അതെ, ഇന്നലെ രാത്രി അച്ഛനെ കാണാൻ ജനുവങ്ങൾ അവിടെ പോയിരുന്നു. എന്നിട്ട് അങ്കിള് വല്യച്ഛനെ കണ്ടോ? ഇല്ല, അച്ഛൻ ചെല്ലുന്നതിന് അരമണിക്കൂർ മുമ്പ് അവിടെ വന്ന ഒരാൾ അച്ഛനെ കാറിൽ കയറ്റി എവിടേക്ക് പോയെന്ന് എന്താ സെക്യൂരിറ്റി അങ്കിളിനോട് പറഞ്ഞു. അതാരാ? ജനുവങ്കളിന് പരിചയമുള്ള ആരെങ്കിലും ആണോ? അറിയില്ല, പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്.
എന്ത് പ്രശ്നം? അച്ഛനെ കൂട്ടിക്കൊണ്ടു പോയത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ നേരത്തെ അച്ഛനെ വിളിക്കാറുണ്ടെന്നാ ജനുവങ്കൾ പറഞ്ഞത്. അതിനുശേഷമാണ് അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. എടാ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. നമ്മളോട് പറയാതെ ഇത്രയും ദിവസം വല്യച്ഛൻ ഇങ്ങനെ ബാംഗ്ലൂരിൽ പോയി താമസിക്കുക, അതും ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ. ഒരു സ്ത്രീ കാറിൽ വല്യച്ഛനെ കൂട്ടിക്കൊണ്ട് പോവുക, അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുക. അച്ഛൻ്റെ ചില ബന്ധുക്കളും ജനുവങ്കലിനെ പോലെ ഒരുപാട് സുഹൃത്തുക്കളും അച്ഛനും ബാംഗ്ലൂരിലുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും. എടാ, വല്യച്ഛൻ നമ്മളോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഗിരി എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛനെ ഏതോ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടു പോയെന്ന് കേട്ടിട്ടാണോ? ഏയ്, അതല്ല എടുത്തി. വല്യച്ഛൻ്റെ ലൈഫിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?